മുൻ ബിഗ് ബോസ് മലയാളം സീസൺ വിജയം സീരിയൽ താരവുമായ അനുമോളുടെ വിവാഹം 3 ദിവസം മുൻപ് വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിച്ചത്. തലിക്കെട്ടിന് ശേഷമാണ് വിവാഹ വാർത്ത പുറംലോകം അറിഞ്ഞത്. നേരത്തെ പരസ്യമാക്കിയാൽ തന്നിലേക്ക് വന്നു ചേരാൻ പോകുന്ന നെഗറ്റിവിറ്റിയും ഭവിഷ്യത്തുകളും ഓർത്താണ് സോഷ്യൽ മീഡിയയ്ക്ക് ആഘോഷിക്കാൻ വിവാഹ തീയതി അനുമോൾ ആദ്യമേ പങ്കിടാതിരുന്നത്. എന്നിട്ടുകൂടിയും വിവാഹ ചടങ്ങുകളുടെയും ഒരുക്കങ്ങളുടെയും വീഡിയോകൾ വ്ലോഗായി പങ്കിട്ടപ്പോഴും നെഗറ്റീവ് കമൻസുകളാണ് അനുമോൾക്ക് ഏറെയും ലഭിച്ചത്. അനുവിനെയും പങ്കാളിയും പരിഹസിച്ചും വിമർശിച്ചും സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമൻസുകൾക്ക് എതിരെ ഫേസ്ബുക്ക് യൂസേഴ്സിൽ ഒരാളായിട്ടുള്ള അനുചന്ദ്ര പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മലയാളികൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അനുവിൻ്റെ കമൻറ്റ് ബോക്സ് കൂടി കണ്ടപ്പോൾ തോന്നിയെന്ന് കുറിപ്പിൽ പറയുന്നുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: പ്രബുദ്ധ മലയാളികളെ തീരെ സഹിക്കാൻ പറ്റാത്തൊരിടമാണ് ഈ സോഷ്യൽ മീഡിയ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സ്. മനുഷ്യൻ്റെ ലൈഫിലെ എന്ത് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്താലും ശരി, അതിനെയൊക്കെ ഏറ്റവും നെഗറ്റീവായി മാത്രം സമീപിച്ച് കമൻറ്റ് കളയുന്ന ഒരിടം കൂടി ആണ് ഈ പറഞ്ഞ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്നത്. ഈ അനുമോൾ ഇതിനെയൊക്കെ പറ്റി സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ആ പെങ്കൊച്ചിൻ്റെ വിവാഹമായിരുന്നു. വളരെയധികം സന്തോഷത്തോടെ പ്രതീക്ഷയോടെ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുന്ന നേരത്ത് ആ പെൺകുട്ടിക്ക് കമൻറ്റ് ബോക്സിൽ കേൾക്കേണ്ടി വന്നത് മൊത്തം പരിഹാസം, അധിക്ഷേപം, പ്രാക്ക് ഒക്കെയാണ്. മാത്രമല്ല, കല്യാണം കഴിഞ്ഞപാടെ കേൾക്കേണ്ടി വന്നത് എത്ര നാളത്തേക്കാണിത്, ഡിവോഴ്സ് എന്നാണ്, വെറും 6 മാസത്തേക്കുള്ള ബന്ധം, ഇനി ഡിവോഴ്സ് എന്നാണെന്ന് പറഞ്ഞാൽ മതി, തമിഴനായതുകൊണ്ട് ക്യാഷുമായി മുങ്ങിക്കളയും എന്നൊക്കെയാണ്. ഇതെന്ത് തരം ചൊറിച്ചിൽ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. അതായത് അനുമോൾ എന്നല്ല, ഈ പറയുന്ന സാധാരണക്കാരിയായ ഞാൻ പങ്കുവയ്ക്കുന്ന സന്തോഷങ്ങളിൽ പോലും നെഗറ്റീവുകൾ വരാറുണ്ടല്ലോ. അതിനാൽ എനിക്ക് തോന്നുന്നു മലയാളികൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണെന്ന്. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിലെ നിരാശകളും ബന്ധങ്ങളിലെ മോശം അനുഭവങ്ങളും ഒക്കെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കൂടി പ്രൊജക്റ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അതായത് മറ്റൊരാളുടെ സന്തോഷം സ്വന്തം ജീവിതവുമായി താരതമ്യമൊക്കെ ചെയ്ത് അസൂയൊക്കെ തോന്നി ആ അസൂയ കുറയ്ക്കാൻ ശ്രമിക്കുന്ന പരിപാടിയില്ലേ, അത് തന്നെ. നോക്കൂ, മലയാളികൾ ഒരു കാര്യം മറക്കുന്നത്, നിങ്ങൾ ഈ വായിൽ തോന്നിയതൊക്കെ പോലെ കമൻറ്റ് ചെയ്യുമ്പോൾ ആ കമൻറ്റ് ബോക്സിൻ്റെ മറുവശത്തുള്ളതും ഒരു മനുഷ്യനാണെന്ന് അത് മറന്നുകൂടാ. അയാൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അയാളുടെ സ്വപ്നങ്ങളുണ്ട്. പുതിയൊരു ജീവിതം തുടങ്ങുകയാണെങ്കിൽ അതിന് പിന്നിൽ അയാളുടെ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകളിലും സ്വപ്നങ്ങളിലും ഒന്നും നമ്മൾ പങ്കാളികളാവേണ്ടതില്ല. പക്ഷേ അതൊക്കെ തകർക്കാതിരിക്കാനുള്ള മിനിമം മാന്യതയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? അല്ലെങ്കിലും മറ്റൊരാളുടെ സന്തോഷത്തെ സന്തോഷമായി തന്നെ കാണാൻ പഠിക്കുന്നവരും മാനസിക പക്വതയാണ് പ്രിയപ്പെട്ടവരെ. മറ്റൊരാളുടെ സന്തോഷത്തിൽ കുറ്റം കണ്ടെത്താനുള്ള കഴിവല്ല കേട്ടോ ഈ പ്രബുദ്ധത എന്ന് പറയുന്നത്. മറിച്ച് ആ സന്തോഷത്തെ സ്വന്തം ജീവിതത്തോട് താരതമ്യം ചെയ്യാതെ അതിനെ അതിൻ്റെതായ ഇടത്ത് അംഗീകരിക്കാനുള്ള പക്വതയാണ് പ്രബുദ്ധത എന്നായിരുന്നു കുറിപ്പ്. ബിഗ് ബോസിന് ശേഷമാണ് അനുമോൾക്കെതിരെയുള്ള സൈബർ ആക്രമണം ഇത്രയധികം